Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ, നമുക്ക് ഇന്നലെ യു എസ് മാർക്കറ്റ് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഒരു സമ്മിശ്രമായൊരു പ്രതികരണമായിരുന്നു യു എസ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതായത് ഡൗ ജോൺസ് നോക്കുമ്പോൾ ഒരു 0.2% ഒരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ S&P 500 ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ട് എടുത്തപ്പോൾ നാസ്ഡാക്കിൽ 0.32% ഒരു നേട്ടത്തിലുള്ള ട്രേഡിംഗ് ആണ് ഇന്നലെ യു എസ് മാർക്കറ്റ് കാഴ്ചവെച്ചത്. പ്രധാനപ്പെട്ട ഓഹരികൾ നമ്മൾ നോക്കുമ്പോൾ ടെസ്ല ഓഹരി വില ഇന്നലെ 3.5% ഒരു കുറവാണ് രേഖപ്പെടുത്തിയത്. NVIDIA ഒരു 0.5% ഒരു നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലെ യു എസിലെ മറ്റു ചില സ്റ്റോക്കിലൊക്കെ വലിയ രീതിയിലൊക്കെയുള്ള ഒരു ഇടിവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഡോളർ ട്രീ ഓഹരിയൊക്കെ ഏകദേശം 8% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. യു എസ് മാർക്കറ്റിൽ ഇപ്പോൾ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, അമേരിക്കൻ മാർക്കറ്റിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഇന്നലത്തെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് 42,645 പോയിന്റ് ആയിരുന്നു. നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 42,400 ആൻഡ് 42,800. സോ 42,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ചില പ്രധാന സ്റ്റോക്സിൽ നമുക്കിപ്പോൾ സിറ്റി ബാങ്ക് നോക്കുമ്പോഴേക്കും സിറ്റി ബാങ്കിൽ കാലത്ത് കണ്ടിരുന്ന നേട്ടങ്ങളൊന്നും തന്നെ മാർക്കറ്റിൽ നിലനിർത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ JP മോർഗന്റെ കേസിൽ നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും കാണാൻ സാധിച്ചില്ലായിരുന്നു. സിമിലർലി ഗോൾഡ്മാൻ സാക്സ് നോക്കുമ്പോഴും പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ലായിരുന്നു. സോ ഇത്തരം ഹെവി വെയ്റ്റ്സിലൊക്കെ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ വീണ്ടും നമുക്ക് നേരിയൊരു നേട്ടമായിരുന്നു കിട്ടിയത്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് 21,600 ആയിരുന്നു. വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ തൊട്ട് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് നമ്മളിപ്പോൾ പല അമേരിക്കൻ ടെക്നോളജി സ്റ്റോക്സ് നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഗൂഗിളിന്റെ കേസ് എടുക്കുമ്പോൾ നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ട്രേഡിൽ $171 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മെറ്റയുടെ കേസ് എടുക്കുമ്പോഴേക്കും മെറ്റ നല്ല ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു നൽകിയത്. സോ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. എൻ്റെ ഒപ്പീനിയനിൽ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഇത് $700 റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യും. ആൻഡ് ടെസ്ലയുടെ കേസ് എടുക്കുമ്പോഴായിരുന്നു നമുക്ക് ഒരു അല്പം ഒരു പ്രോബ്ലം വന്നത്. ബിക്കോസ് ടെസ്ലയിൽ ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് ദ അപ്പ് മൂവ് വിൽ കണ്ടിന്യൂ. ബട്ട് ടെസ്ലയുടെ കേസിൽ വീണ്ടും ഇന്നലെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിരുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് ഇന്നലെ ഇപ്പോൾ നോക്കുമ്പോൾ ബ്രെൻഡ് ഒരു ഫ്ലാറ്റ് ഇടിവാണ് രേഖപ്പെടുത്തി ട്രേഡ് ചെയ്യുന്നത്. WTI ക്രൂഡ് നോക്കുമ്പോൾ 0.1% ഒരു നേട്ടം എന്നൊരു രീതിയിലുള്ള ഒരു ട്രേഡിങ്ങുമാണ് ഈ ഒരു നിമിഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഇന്നലെ ഫോം ചെയ്ത ബുള്ളിഷ് സെറ്റപ്പ് നിലനിൽക്കുന്നുണ്ട്. സോ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $64.50. റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇപ്പോഴൊരു ഫ്ലാറ്റ് ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3371 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഗോൾഡ് ഇപ്പോൾ നേട്ടത്തിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് കാണുന്നത് $3,422. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് $25 നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $3,350 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പോകാം. ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ ഇതിൽ നിഫ്റ്റി 50 ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നടന്നത്. 24,620 എന്നൊരു നിലയിലായിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നടന്നത്. 77 പോയിന്റിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു മാർക്കറ്റ് എടുത്തത്. നിഫ്റ്റി 50 താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് വെരി ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് മോഡിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ കേസിൽ 24,850 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ബുള്ളിഷ് ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സർ,
ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടം എന്നൊരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 0.14% നേട്ടത്തിൽ 55,676 എന്നൊരു നിലയിലായിരുന്നു ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ മെഞ്ഞാന്നത്തെ ട്രേഡിലായിരുന്നു നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 56,161 പോയിന്റ്. അതിനുശേഷം അതേ ദിവസം തന്നെയായിരുന്നു കുറെ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരിക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ നല്ല നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സാറിന് ആദ്യം ചോദിക്കാനുള്ളത് സ്മോൾ PSU ബാങ്ക്സുകളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള മാർക്കറ്റ് പ്ലസിൽ ഈ സ്മോൾ PSU ബാങ്കിങ് ഓഹരികളിലൊക്കെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടായി വരുന്നതായിട്ടുള്ള ഒരു വ്യൂ താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ഏതൊക്കെ ബാങ്കുകളാണ് ഇപ്പോൾ ഇനിയും ഒരു സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഈ ഒരു ബാങ്കിങ് ഓഹരികളിൽ? വിഷ്ണു, നമ്മൾ സ്മോൾ ഫൈനാൻസ് PSU ബാങ്ക്സ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വീണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് മെഞ്ഞാന്നത്തെ ട്രേഡിലും ഇന്നലെ തുടക്കത്തിലും നമുക്ക് പല സ്മോൾ PSU ബാങ്ക്സിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചില സ്റ്റോക്സ് എടുക്കുമ്പോഴേക്കും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 33.50 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ തന്നെ 2 മുതൽ 3 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യൂക്കോ ബാങ്കിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 34.50 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാവുന്ന ചില ടാർഗറ്റ് ലെവൽസ് 35.60 രൂപ, 36 രൂപ 10 പൈസ, 37 രൂപ 25 പൈസ. IOBയുടെ കേസ് എടുക്കുമ്പോഴേക്കും എഗെയിൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. 42 രൂപയായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. അതിനുശേഷം 43, 44, 45 ഇത് മൂന്നുമായിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. ഓക്കെ, പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയണം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ റെയിൽവേയിലുള്ള നമ്മുടെ ഒരു വ്യൂ സാറ് പറഞ്ഞിരുന്നു, അതായത് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുള്ള. ഇന്നലെ അതുപോലെ തന്നെ റെയിൽവേയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമൊക്കെ ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇർക്കോൺ ഇന്നലെ 14% ഒരു ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. RVNL ഒക്കെ നോക്കുമ്പോൾ ഇന്നലെ 6% മുകളിലേക്കൊക്കെയുള്ള ഒരു മികച്ച മുന്നേറ്റം എന്തായാലും കാഴ്ചവെച്ചതായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് കൂടി തരികയാണ്. ഏതായാലും നമുക്ക് അടുത്തൊരു സ്റ്റോക്കിലോട്ട് പോകാം. ഇനി നമുക്ക് ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗിയെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ട്രേഡിങ്ങിൽ നമുക്ക് ഇന്നലത്തെ ട്രേഡിങ്ങിൽ സ്വിഗ്ഗിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 8% ഒരു വലിയ രീതിയിലുള്ള ഒരു കുതിപ്പാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 362 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു സ്റ്റോക്ക് ലിസ്റ്റിങ്ങിന് ശേഷം ഒരു ഇടിവൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട്, അത് കഴിഞ്ഞ മാസവും ഈ ഒരു മാസവുമായിട്ട് ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വിഗ്ഗിയിൽ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, ഞാൻ സ്വിഗ്ഗിയിലോട്ട് വരുന്നതിന് മുൻപ് വീണ്ടും റെയിൽവേ സ്റ്റോക്സിനെ കുറിച്ചൊരു വ്യൂ നൽകിയേക്കാം. വിഷ്ണു പറഞ്ഞത് ശരിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് റെയിൽവേ സ്റ്റോക്സിന്റെ കേസിലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് തന്നെ ഈ റെയിൽവേ സ്റ്റോക്സിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. സോ റെയിൽവേ സ്റ്റോക്സിലെ പല റെയിൽവേ ഓഹരികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ശക്തമായ ക്ലോസിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ലെവൽസിൽ നിന്നും വീണ്ടും നമുക്ക് ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സോ ഇത്തരം സ്റ്റോക്സിലൊക്കെ അതിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക ആൻഡ് കണ്ടിന്യൂ ടു റിമെയിൻ ലോങ് ഇൻ ദ സ്റ്റോക്സ്. അത്തരം സ്റ്റോക്സിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഇപ്പോൾ എടുക്കുന്നത് വളരെ റിസ്കി ആയിരിക്കും. സ്വിഗ്ഗിയുടെ കേസിൽ നമ്മളെയൊക്കെ വീണ്ടും നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു ലിസ്റ്റിങ്ങിന് ശേഷം. ലിസ്റ്റിങ്ങിന് ശേഷം 620 ആയിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ. അവിടെ നിന്നും കഴിഞ്ഞ മാസത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും 297 രൂപ വരെ ഈ സ്റ്റോക്ക് ഇടിഞ്ഞിരുന്നു. ബട്ട് അതിനുശേഷം കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബുള്ളിഷ്. തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കറക്ഷൻ നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാനും സാധിക്കും. ഈ സ്റ്റോക്സിന് ഇമ്മീഡിയറ്റ് 3 റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 370, 420, 450.
ഇനി നമുക്ക് കേരള ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള FACT പറ്റിയാണ് അറിയേണ്ടത്. ഏതായാലും ഇന്നലെ ഒരു 1.5% ഒരു ഇടിവായിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. 1031 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ തന്നെ, അതായത് 3-ാം തീയതിയിലെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് 17% ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിയത്. മാത്രമല്ല അന്നത്തെ ഒരു ട്രേഡിംഗ് വോളിയം നോക്കുമ്പോൾ ഏകദേശം 17 മില്യൻ്റെയൊക്കെ ഒരു വോളിയം നടന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. FACTയിൽ ഇനി എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? FACTയുടെ കേസിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന് ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ വലിയൊരു കറക്ഷനാണ് നടന്നിരിക്കുന്നത്. ബട്ട് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വന്നിരിക്കുന്ന ആ ഒരു നേട്ടത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടേമിന് വേണ്ടി നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1080 രൂപ. അതിനുശേഷം കാണാൻ സാധിക്കുന്ന മേജർ റെസിസ്റ്റൻസ് ഇസ് ദ ഓൾ ടൈം ഹൈ 1171 രൂപ. ഈയൊക്കെ പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ മറ്റ് ചില പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൽ എടുത്തു പറയാനുള്ള ആദ്യത്തെ മെഡ്രാസ് ഫെർട്ടിലൈസറിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 110 കാണുന്നത്. അതിനുശേഷം 120, 132. അതുപോലെ തന്നെ നാഷണൽ ഫെർട്ടിലൈസറിന്റെ കേസിലും നമുക്കൊരു ടേൺ റൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 110, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 120, 130, 140. ഇനി നമുക്ക് അറിയേണ്ടത് മോയിലിനെ പറ്റിയാണ്. മോയിലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിൽ വലിയ രീതിയിലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സ്റ്റോക്കായിരുന്നു. മോയിലും ഒരു 19% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു കഴിഞ്ഞൊരു മാസം രേഖപ്പെടുത്തിയത്. 1.6% ഒരു നേട്ടമാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് മോയിലിൽ കാണാൻ സാധിച്ചത്. മോയിലിൽ ഇനിയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ താങ്കളുടെ എന്താണ്? മോയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഒരു നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് നമുക്കൊരു നല്ലൊരു ബൈങ് അവസരം വീണ്ടും ഈ സ്റ്റോക്ക് നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 373 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽസ് 380, 387, 394, 400. ഇനി നമുക്ക് അറിയേണ്ടത് ഒലക്ട്ര ഗ്രീൻ ടെക്കിനെ പറ്റിയാണ്. ഒലക്ട്ര നോക്കുമ്പോൾ ഇന്നലെ 0.8% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി 2024 അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവായിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം ഒരു 40% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒലക്ട്രയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒലക്ട്രയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് 2 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 1280, അതിനുശേഷം 1360. ഈ 2 റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, 10 ദിവസം മുൻപായിരുന്നു മഹാരാഷ്ട്ര ഗവൺമെന്റ് ഈ കമ്പനിക്ക് നൽകിയിരുന്ന ഒരു വലിയൊരു ബസ്സുകളുടെ ഒരു പുതിയ ഓർഡർ ക്യാൻസൽ ചെയ്തിരുന്നു. കാര്യം ഇവർക്ക് ഡെലിവറിയിൽ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം ഓർത്തിരിക്കുക ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് അറിയേണ്ടത് SW സോളാറിനെ പറ്റിയാണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓൾ ടൈം ഹൈ മെയ് 2024 രേഖപ്പെടുത്തിയത്. അതിനുശേഷം എല്ലാ മാസവും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തുടർച്ചയായ ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം ഈ ഒരു മാർച്ച് വരെ നമുക്ക് ആ ഒരു ഇടിവ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഉള്ളൊരു 3 മാസം, ഇപ്പോഴത്തെ ഒരു 3 മാസം നോക്കുമ്പോൾ ചെറിയൊരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ വിഷ്ണു പറഞ്ഞ പോലെ കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബുള്ളിഷ്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് 2 റെസിസ്റ്റൻസ് 320, 335, 340. 340 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ഇനി നമുക്ക് അറിയേണ്ടത് KEC ഇൻ്റർനാഷണൽ പറ്റിയാണ്. KEC നോക്കുമ്പോൾ ഇന്നലെ 1.1% ഒരു നേട്ടമാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. സ്റ്റോക്കിൽ ഒരു ഡിസംബറിൽ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ഫെബ്രുവരിക്ക് ശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു മാസം നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 5% നേട്ടം രേഖപ്പെടുത്തിയ ഒരു നിലയിലാണ് KEC ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KECയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
KSയുടെ കേസിൽ ഇറ്റ്സ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 920 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. എങ്കിൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് അറിയേണ്ടത് പരാസ് ഡിഫൻസിനെ പറ്റിയാണ്. പരാസിൻ്റെ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ട്രേഡിങ്ങിൽ സ്റ്റോക്ക് 1.34% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 1623 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ 3 മാസം തുടർച്ചയായ ഒരു നേട്ടം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ളൊരു വോളിയം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ലാസ്റ്റ് മാസം ഒരു ഓൾ ടൈം ഹൈ കൂടി സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? പരാസിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 19 ആയിരുന്നു ഓൾ ടൈം ഹൈ നൽകിയത് 1945 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷനാണ് നടന്നിരിക്കുന്നത്. ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ 1682 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽസ് 1835, 1900, 1985. 1985 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. സാർ, നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു ഡിഫൻസ് സ്റ്റോക്കിനെ കുറിച്ച് കൂടി അറിയേണ്ടത് ഗാർഡൻ റീച്ചിനെ പറ്റിയാണ് അറിയേണ്ടത്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു ഗംഭീര പ്രകടനം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇന്നലെ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 6% ഒരു നേട്ടവും സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു വളരെ വലിയൊരു പോസിറ്റീവായൊരു ന്യൂസ് കൂടി സ്റ്റോക്കിനെ സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു പോളാർ റിസർച്ച് വെസൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്, അതായത് നോർവേക്ക് വേണ്ടി. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇനി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഗാർഡൻ റീച്ച്, മാസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഈ സ്റ്റോക്സിലൊക്കെ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്പെസിഫിക്കലി ഗാർഡൻ റീച്ചിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ നമുക്ക് വലിയൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാതെ ഓൾമോസ്റ്റ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, നമ്മുടെ അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ജിയോ ഫിനാൻസ് ആണ്. ജിയോ ഫിനാൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൽ ഇന്നലെ 2.2% ഒരു നേട്ടമാണ് കാണാൻ സാധിച്ചത്. 290 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഏപ്രിൽ 2024 ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇടിവ് രേഖപ്പെടുത്തി വന്നൊരു സ്റ്റോക്ക് പിന്നീട് ഒരു ബോട്ടം മാർച്ചിൽ എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാർച്ചിന് ശേഷം തുടർന്ന് ഈ ഒരു മാസങ്ങളിൽ ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്താൻ ജിയോ ഫൈനാൻസിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് വ്യൂ. കാര്യം ഈ സ്റ്റോക്ക് വലിയൊരു കറക്ഷന് ശേഷം ഇന്നലത്തെ ആ ക്ലോസിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. 280 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനുശേഷമുള്ള 3-4 മേജർ റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 300 രൂപ, അതിനുശേഷം 314, 320, 330, 345. സാർ, നമ്മൾ ജിയോയെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ റിലയൻസിൻ്റെ തന്നെ ഗ്രൂപ്പിലുള്ള മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അതായത് റിലയൻസ് പവർ, അനിൽ അംബാനിയുടെ കീഴിലുള്ള റിലയൻസ് പവറിനെ പറ്റിയാണ് അറിയേണ്ടത്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിലൊരു മികച്ച രീതിയിലുള്ള ഒരു നേട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് റിലയൻസ് പവറിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് നിലവിൽ 3% ഒരു നേട്ടമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 60 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ കുറിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം തന്നെ ഓൾമോസ്റ്റ് ഒരു 45% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല പല ഓർഡറുകളും കമ്പനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ചതായിട്ടുള്ള വാർത്തകളും നമ്മൾ കേട്ടതാണ്. റിലയൻസ് പവറിൽ ഇനി എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? റിലയൻസ് പവറിന്റെ കേസിൽ ഇറ്റ്സ് എ ടേൺ റൗണ്ട് കമ്പനി ആൻഡ് ഈ കമ്പനി ഒത്തിരി പ്രോബ്ലംസ് ആയിരുന്നു ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് എസ്പെഷ്യലി നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. സാർ, നമുക്കിനി അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആംബറാണ്. ആംബറിൻ്റെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ആംബറിൻ്റെ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നത്
ആംബറിൻ്റെ സ്റ്റോക്ക് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു 1% ഒരു ഇടിവായിരുന്നു. ഇന്നലെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് നോക്കുമ്പോൾ 6200 എന്നുള്ളൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ആംബറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ആംബറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ നിഫ്റ്റി 50യോടൊപ്പം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു ഡിസപ്പോയിന്റിംഗ് റിട്ടേൺസ് ആയി സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മോമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6000 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിലൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 6800 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, നമുക്കിനി അറിയേണ്ടത് ഒരു ടിറ്റാഗറിനെ പറ്റിയാണ്. സാർ ഓൾറെഡി പല റെയിൽവേ സ്റ്റോക്കുകളുടെ ഒരു വ്യൂ പറഞ്ഞിരുന്നു. എന്നാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒന്ന് എടുത്ത് പറയാം. കാരണം ഇന്നലെ ഒരു 3.4% ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് ആണ് സ്റ്റോക്ക് കാഴ്ചവെച്ചത്. ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ ജൂണിൽ രേഖപ്പെടുത്തിയ സ്റ്റോക്ക് പിന്നീട് അങ്ങോട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു വോളിയം കൂടുതൽ ഈ ഒരു ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്കിൽ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് കഴിഞ്ഞ മാസത്തിൽ. അപ്പോൾ ടിറ്റാഗറിൽ താങ്കൾ ഇനി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ടിറ്റാഗറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ബട്ട് ഞാൻ നേരത്തെ പല റെയിൽവേ സ്റ്റോക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഐ സെഡ് ദാറ്റ് ലോങ് ടേം ട്രെൻഡ് പല സ്റ്റോക്സിൽ ഇന്നലെ ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന്. സോ ഐ എക്സ്പെക്ട് ദാറ്റ് ടിറ്റാഗർ റെയിലിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുമെന്ന്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 960, അതിനുശേഷം 1010. 1010 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സാഗിളാണ്. സാഗിളിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1.97% ഒരു നേട്ടമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. 442 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം 34% ഒരു നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സാഗിളിന്റെ കേസിൽ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ മാസമായിരുന്നു നമുക്ക് ഓൾ ടൈം ലോ നൽകിയ 300 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 412 രൂപ. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് വീണ്ടും കാണണമെങ്കിൽ 460 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സാർ, നമുക്കിനി അറിയേണ്ട അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് VTL ആണ്. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ 0.4% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. 489 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 478 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് വീണ്ടും കാണാൻ സാധിക്കുന്നത് 503 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സാർ, ഇനി നമുക്ക് അറിയേണ്ട അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വോൾട്ടാസ് ആണ്. വോൾട്ടാസ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടമാണ് കാഴ്ചവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. വോൾട്ടാസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി വോൾട്ടാസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇതിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1283 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1360, 1480. 1480 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തുള്ളൂ. സാർ, നമുക്കിനി അറിയേണ്ടത് റിലയൻസിനെ പറ്റിയാണ്. റിലയൻസിൻ്റെ ഒരു സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ റിലയൻസ് ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ 1423 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു റിലയൻസ് എടുത്തിരുന്നത്. എന്തായാലും റിലയൻസിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് ഈ സ്റ്റോക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നിഫ്റ്റി 50യോടൊപ്പം സെയിം പാറ്റേൺ ആയി കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ആവുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 1390 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ
1432 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സാർ, മൈഫിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും Thank you, പങ്കുവച്ചതിന്. Vishnu. ഏതായാലും ഇപ്പോൾ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയനും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടി മൈഫിൻ ടിവിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ചെറിയൊരു ബ്രേക്കിന് ശേഷം ആ ഒരു ഷോയുമായി അനിൽ ജോയിൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.